പശ്ചിമേഷ്യയിലെ യുദ്ധം മാറ്റിവെച്ചാൽ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന പ്രധാനപ്പെട്ട 10 ഇൻ്റർനാഷണൽ വാർത്തകൾ ഏതൊക്കെയാണ് എന്നുള്ളത് വളരെ പെട്ടെന്ന് നോക്കുകയാണ് നമ്മൾ. ആദ്യത്തെ വാർത്ത അത് യുക്രൈനിൽ നിന്നാണ്. യുക്രൈനെ ഇരുട്ടിലാക്കിയിരിക്കുകയാണ് റഷ്യ. അതായത് യുക്രൈൻ്റെ പ്രധാനപ്പെട്ട ഊർജ്ജ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ റഷ്യ നടത്തിയ ആക്രമണത്തിൽ 10 ലക്ഷം പേരാണ് ഇരുട്ടിലായത്. അവരുടെ വൈദ്യുതി ഇല്ലാതെയായി. അത് പരിഹരിക്കാൻ ദിവസങ്ങളെടുത്തു എന്നുള്ളതാണ്. ഇപ്പോഴും അത് പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യുക്രൈനിൽ നിന്നുള്ള വാർത്ത. രണ്ടാമത്തെ വാർത്ത നോക്കുകയാണെങ്കിൽ അത് സുഡാനിൽ നിന്നാണ്. സുഡാനിൽ 5 ലക്ഷം പേരാണ് കൊടും പട്ടിണിയിൽ കഴിയുന്നത്. ഇത് ഒറ്റ സ്ഥലത്തു നിന്നുള്ളൊരു വാർത്തയാണ്. അതായത് സുഡാനിലെ തന്നെ തെക്ക് പടിഞ്ഞാറൻ സുഡാനിലെ അൽഫാഷർ എന്ന സ്ഥലത്താണ് ഒരു അഭയാർത്ഥി ക്യാമ്പിൽ മാത്രം ഏകദേശം 5 ലക്ഷം പേർ പട്ടിണിയിൽ കഴിയുന്നു എന്ന വാർത്തകൾ വരുന്നത്. ഇവർ കൊടും പട്ടിണിയിലാണ്. UN-ൻ്റെ വേൾഡ് ഫുഡ് പ്രോഗ്രാം അടക്കമുള്ള സന്നദ്ധ സംഘങ്ങൾക്ക് പോലും ഇവിടെ എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഭീതിതമായ സാഹചര്യം. മൂന്നാമത്തെ വാർത്ത നോക്കുകയാണെങ്കിൽ അത് സിറിയയിൽ നിന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വന്നത് സിറിയയിൽ നിന്നാണ്. സിറിയയിൽ ബഷാർ അൽ അസദ് വിരുദ്ധരുടെ ഒരു മുന്നേറ്റം, വിമതരുടെ ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം സിറിയ വ്യത്യസ്ത ആളുകളുടെ കൈകളിലാണ് ഇപ്പോഴുള്ളത്. ബഷാർ അൽ അസദ് പ്രധാനപ്പെട്ട ഒരു ഭാഗം കൈകാര്യം ചെയ്യുന്നുവെങ്കിലും വിമതരും അതേപോലെ തന്നെ തുർക്കിയും അതേപോലെ തന്നെ ഇറാൻ അനുകൂലികളുമെല്ലാം വ്യത്യസ്തമായി പങ്കിട്ടെടുത്തിരിക്കുന്ന ഒരു ഭൂമിയാണ് ഇപ്പോൾ സിറിയ. സിറിയയിലെ ഒരു വിമത സായുധ സംഘം അലപ്പോ നഗരം കീഴടക്കി എന്നുള്ളതാണ് ഇപ്പോൾ അവകാശവാദം വന്നിരിക്കുന്നത്. 2016 ബഷാർ അൽ അസദിൻ്റെ സൈന്യം നഗരം തിരിച്ചുപിടിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് വിമതർ രാജ്യത്തെ രണ്ടാമത്തെ വലിയ നഗരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഇസ്രായേൽ സിറിയയെ ആക്രമിക്കുന്ന ഈ തക്കം നോക്കിയാണ് മറുഭാഗത്ത് വിമതർ കരുത്താർജിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പുതുതായി രൂപീകരിച്ച വിമത സഖ്യമായ മിലിറ്ററി ഓപ്പറേഷൻസ് കമാൻഡാണ് പുതിയ ഈ നീക്കത്തിന് പിന്നിലുള്ളത്. ഇനി നാലാമത്തെ വാർത്ത ബംഗ്ലാദേശിൽ നിന്നാണ്. ബംഗ്ലാദേശിൽ ഇസ്കോണിൻ്റെ പ്രക്ഷോഭം ശക്തിയാർജിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത. ആഗോള ഗൗഡിയ വൈഷ്ണവ ഹിന്ദു സംഘടനയാണ് ഇസ്കോൺ. ഈ ഇസ്കോണിൻ്റെ ബംഗ്ലാദേശിലെ നേതാവാണ് ചിന്മയ് കൃഷ്ണദാസ്. ചിന്മയ് കൃഷ്ണദാസ് അറസ്റ്റിലായി. ദേശീയ പതാകയെ അപമാനിച്ചു എന്ന കുറ്റം ചുമത്തിക്കൊണ്ടാണ് ബംഗ്ലാദേശ് സർക്കാർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രക്ഷോഭം നടന്നു. ഇസ്കോൺ അനുയായികളുടെ ഈ പ്രക്ഷോഭത്തിനിടയിൽ ആക്രമണത്തിൽ അഭിഭാഷകൻ സൈഫുൽ ഇസ്ലാം കൊല്ലപ്പെട്ടു. ഈ കൊലപാതകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇസ്കോണിനെ തന്നെ നിരോധിക്കണം എന്ന് ബംഗ്ലാദേശ് സർക്കാർ പറയുന്നത്. ഇനി അഞ്ചാമത്തെ വാർത്ത നോക്കുകയാണെങ്കിൽ ജോർജിയയിൽ നിന്നാണ്. ജോർജിയയിൽ EU അനുകൂല പ്രക്ഷോഭം ശക്തിയാർജിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ. ജോർജിയയിൽ പുതിയ പ്രധാനമന്ത്രിയായി ഇറാക്ലി കൊബാക്കിഡ്സെ തിരഞ്ഞെടുക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഇദ്ദേഹം റഷ്യൻ അനുകൂല നേതാവായാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ജോർജിയ യൂറോപ്യൻ യൂണിയനിൽ ചേരാനുള്ള നീക്കം ഈ സർക്കാർ താൽക്കാലികമായി നിർത്തിവെച്ചതായി പ്രഖ്യാപിക്കുന്നു. ഈ പ്രഖ്യാപനത്തെ തുടർന്നാണ് EU അനുകൂല പ്രക്ഷോഭം ശക്തിയാർജിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കണം എന്ന് EU പറഞ്ഞതാണ് ഇറാഖ്ലി കൊബാക്കിഡ്സിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇനി ആറാമത്തെ വാർത്ത ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഓസ്ട്രേലിയയിൽ കൗമാരക്കാർക്ക് സോഷ്യൽ മീഡിയ ഇല്ല എന്നുള്ളതാണ്. അതായത് 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധന നിയമം നടപ്പിലാക്കിയിരിക്കുകയാണ് ഓസ്ട്രേലിയ. ടിക്ടോക്ക്, ഫേസ്ബുക്ക്, സ്നാപ്ചാറ്റ്, എക്സ്, ഇൻസ്റ്റഗ്രാം എന്നിവ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളാണ് ഓസ്ട്രേലിയയിൽ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബിൽ ഓസ്ട്രേലിയൻ ജനപ്രതിനിധി സഭ പാസാക്കിയിരിക്കുകയാണ്. ഇനി ഏഴാമത്തെ വാർത്ത ബ്രസീലിൽ നിന്നാണ്. ബ്രസീലിൽ മുൻ പ്രസിഡന്റായ ജെയർ ബോൾസനാരോ അദ്ദേഹം അധികാരത്തിൽ നിന്ന് മാറുന്നതിന് മുമ്പ് ഒരു അട്ടിമറിക്ക് ശ്രമിച്ചു എന്നുള്ളതാണ് വാർത്ത. സ്വാഭാവികമായും പിന്നീട് ഇടതുപക്ഷമാണ് വന്നത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയാണെങ്കിൽ പട്ടാളത്തെ ഉപയോഗപ്പെടുത്തി എങ്ങനെ അട്ടിമറിക്ക് ശ്രമം നടത്താം എന്നുള്ള ഒരു ഗൂഢാലോചന അദ്ദേഹം നടത്തി എന്നുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിരിക്കുകയാണ്. എട്ടാമത്തെ വാർത്ത നോക്കാം നമുക്ക്. അത് ചൈനയിൽ നിന്നാണ്. ചൈനയിൽ ഒരു പജിൻ്റെ ഒരു പറിച്ചെറിയലിൻ്റെ ഒരു വാർത്ത വരികയാണ് ഷീ ജിൻപിങ്ങിനെതിരെ. അവിടെ അഴിമതി നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിരോധ മന്ത്രിക്കെതിരെ തന്നെ അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് ചൈനയിൽ നിന്ന് വരുന്നത്. പ്രതിരോധ മന്ത്രിയായ ഡോങ് ജെന്നെതിരെയാണ് ചൈനീസ് ഭരണകൂടം അഴിമതി കേസിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. സമാനമായ അന്വേഷണം നേരിടുന്ന മൂന്നാമത്തെ പ്രതിരോധ മന്ത്രിയാണ് ഡോങ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. മുൻഗാമികളായ ലീ ഷാങ്ഷുവിനെയും അതേപോലെ തന്നെ ഹെൻഫയെയും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാർട്ടിയിൽ നിന്ന് തന്നെ നീക്കിയ സാഹചര്യമുണ്ടായിരുന്നു. ചൈനയുടെ നാവികസേനാ മേധാവിയായിരുന്ന ഡോങ് 2023 ഡിസംബറിലാണ് പ്രതിരോധ മന്ത്രിയാകുന്നത്. ഒമ്പതാമത്തത് US നിന്നാണ്. കൗതുകരമായൊരു വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യൻ വംശജനായ ജയ് ഭട്ടാചാര്യ US ആരോഗ്യ മേധാവിയായി എത്തുന്നു എന്ന് പറയുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നത് അമേരിക്കയിലെ ആരോഗ്യരംഗത്തെ അവസാനത്തെ വാക്കാണ്. അതിൻ്റെ ഡയറക്ടറായി എത്തുകയാണ് ജയ് ഭട്ടാചാര്യ. നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുന്നത്. കോവിഡ് വാക്സിനും
ലോക്ക്ഡൗണുമൊന്നും വേണ്ട എന്ന നിലപാടെടുത്ത വ്യക്തിയായിരുന്നു ജയ് ഭട്ടാചാര്യ. സമാന നിലപാടുള്ള റോബർട്ട് എഫ് കെന്നഡിയാണ് പുതിയ ആരോഗ്യമന്ത്രിയായി എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഏതായിരുന്നാലും ജയ് ഭട്ടാചാര്യ എത്തുന്നത്. 10ാമത്തെ വാർത്ത സ്പെയിനിൽ നിന്നാണ്. അവിടെ കൗതുകരമായ വാർത്ത, കാലാവസ്ഥ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അറിയാം, കഴിഞ്ഞ മാസങ്ങളിൽ സ്പെയിനിൽ വലിയ പ്രളയമുണ്ടായി. അവിടെ 224 പേരാണ് സ്പെയിനിൽ പ്രളയത്തിൽ മരിച്ചത്. അതിന് പിന്നാലെയാണ് ശമ്പളത്തോടെയുള്ള കാലാവസ്ഥ അവധിക്ക് സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത്. സ്പെയിനിലെ ഇടതുപക്ഷ സർക്കാരാണ് ഇതിന് പിന്നിലുള്ളത്. കാലാവസ്ഥ മോശമായ അടിയന്തര സാഹചര്യങ്ങളിൽ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കാനാണ് തൊഴിലാളികൾക്ക് 4 ദിവസം വരെ അവധിക്ക് അനുമതി നൽകിയിരിക്കുന്നത്. ഇനി ഡാറ്റ ഓഫ് ദി വീക്ക്.